ചുരുക്കി പറയാം. കാരണം ഇവിടെ പലരും സംസാരിച്ചിരിക്കുന്നത് ശാസ്ത്രീയമായ ധാരണ ഇല്ലായ്മയാണ്. ഇത് ഡയറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ മാംഗോ അടക്കം. കാരണം അഭിഭാഷകൻ തന്നെ അഭിഷേക് മനു സിംഗിന് തന്നെ കോടതിയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മാംഗോയുടെ ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 51 സാധാരണ റൈസിൻ്റെത് 73 ബ്രൗൺ റൈസിൻ്റെത് 68 എന്ന് പറഞ്ഞാൽ സാധാരണ ചോറ് കഴിക്കുന്നതിലും വളരെ ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് കുറവാണ് ഈ 51 ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള മാംഗോ കഴിക്കുന്നത്. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല അത് ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് എന്നതാണ്. ഇതറിയാതെയാണ് ഇവിടെ ആൾക്കാർ മാംഗോയുടെ കണക്കുമായിട്ടൊക്കെ വരുന്നത്. എത്ര പരിഹാസമാണ്. ഡയറ്റിൽ എവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഡോക്ടർ അരുൺ വെറുതെ പറഞ്ഞു പോവല്ലേ, എവിടെയാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കോടതി വാക്കാൽ പരാമർശിച്ചിട്ടുണ്ട്. ഗ്ലൈസമിക് ഇൻഡെക്സ് മാംഗോയുടെ എത്രയാണ് സുജയ? ഞാൻ ചോദിക്കുന്ന കാര്യത്തിൽ മറുപടി പറയൂ. ഡയറ്റിൽ ഇല്ല എന്ന് താങ്കൾക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ? ഡയറ്റിൽ ഇല്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. ഡയറ്റിൽ ഇല്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. ഡയറ്റിൽ അത് ഇല്ല എന്നുള്ളത് കോടതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് വയലേറ്റ് ചെയ്തു. കോടതി പറയാതെ നിങ്ങൾ വയലേറ്റ് ചെയ്തു എന്ന് കോടതി പറഞ്ഞതാണ്. കോടതി പറഞ്ഞതാണ്. വാദത്തിൽ മാംഗോ ഡയറ്റിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 48 തവണ കഴിച്ചതിൽ വെറും 3 തവണ മാത്രമാണ് പീസ് കഴിച്ചിരിക്കുന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അരിഭക്ഷണം കഴിക്കുന്നതിലും അധികം നിങ്ങൾക്ക് മാംഗോ കഴിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. അതാണ് ഇഡിയും ഇപ്പോൾ ഇഡിക്ക് വേണ്ടി വാദിക്കുന്ന സുജയ പാർവതിയും പറയുന്നത്. ഞാൻ ഇഡിക്ക് വേണ്ടി അല്ല വാദിച്ചത്. കോടതി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കോടതി പെർമിഷനോടുകൂടി പ്രിപ്പയർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായി. ആ ഇഡി മാത്രവുമല്ല 3 തവണ ഡോക്ടർമാരുടെ സേവനം, ഒരാഴ്ചയിൽ 3 തവണ ഡോക്ടർമാരുടെ സേവനം ആവശ്യപ്പെട്ടിട്ട് അരവിന്ദ് കെജ്രിവാൾ മറുപടി കൊടുത്തോ? അതിന് വീണ്ടും മാറ്റിവെച്ചിരിക്കുക. എന്താ മറുപടി? 50 ദിവസം എടുത്തു ഈ രാജ്യത്ത് ഒരു 84 വയസ്സുള്ള ഒരു വൃദ്ധന് ഒരു സ്ട്രോയും സ്ട്രിപ്പും കൊടുക്കാൻ വേണ്ടിയിട്ട് 50 ദിവസം എടുത്തു ഈ സർക്കാർ. എന്താ മറുപടി? എന്ത് മെഡിക്കൽ റെക്കോർഡ്സ് അവിടെ ഉണ്ടായിരുന്നില്ല? എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും ഉണ്ടായിരുന്നു. ആ മനുഷ്യന് പാർക്കിൻസൺസ് ആണ് എന്നത് 80ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ തലൂജ ജയിലിൽ കൊണ്ടുപോകുമ്പോൾ ഈ പറഞ്ഞ മെഡിക്കൽ റെക്കോർഡ്സ് മുഴുവൻ ഉണ്ടായിരുന്നു സുജയ. പക്ഷെ ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. 50 ദിവസം എടുത്തു ആ മനുഷ്യന് വെള്ളം കുടിക്കാൻ സ്ട്രോ കൊടുക്കാൻ. അപ്പോ ഇതൊക്കെ പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിരിക്കരുത്. പരിഹാസം ഉണ്ടാകുന്ന രീതിയിൽ ഈ മർദ്ദനോപകരണങ്ങളെ, ഈ പറയുന്ന ഫാസിസ്റ്റ് സംവിധാനങ്ങളെയൊക്കെ നിങ്ങൾ ന്യായീകരിച്ചോളൂ. പക്ഷെ അതിനെ ശാസ്ത്രീയമായ യുക്തിയുടെ പിൻബലമില്ലാതെ സംസാരിക്കുന്നത്, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ആ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. താങ്കൾ പറയൂ 1879 മരണം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ഡെത്ത് ആയിട്ടാണ്. അതിൽ 1400 വേണ്ടത്ര മെഡിക്കൽ പരിശോധന ഇല്ലാതെയാണ്, വൈദ്യസഹായം ലഭിക്കാതെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അരവിന്ദ് കെജ്രിവാൾ ഭയക്കേണ്ടതുണ്ട്. ഡോക്ടർ സമ്മതിച്ചില്ലെങ്കിലും അഭിഷേക് സിംഗ്വി സമ്മതിച്ചു. ഡയറ്റ് വയലേറ്റ് ചെയ്തു. നിങ്ങൾ എന്തായി പറയുന്നത്? ആ കൃത്യമായി പറയുന്നത്. ഔട്ട് ഓഫ് 48 times he had his meals that were sent for home, he only ate 3 mangoes. The glycemic index of mango 51 is even lower than white rice 73 or brown rice 68, which is also allowed in the diet. ഇതാണ് ഇന്ന് അഭിഷേക് മനു സിംഗ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. എയിംസ് പ്രിപ്പയർ ചെയ്ത ഡയറ്റ് ചാർട്ടിൽ മാംഗോസ് ഇല്ല. എന്താണ് നിങ്ങൾ എവിടുന്നൊക്കെ എടുത്തോണ്ട് വരുന്ന ഡാറ്റ എടുത്ത് വാട്സ്ആപ്പ് യൂണിവേഴ്സിൽ ഡാറ്റ എടുക്കാതെ നിങ്ങൾ ഈ ഫയൽ എടുത്ത് നോക്ക്. നിങ്ങൾ എടുത്ത് അഭിഷേക് മനു സിംഗ് കൊടുത്തിരിക്കുന്ന ഫയൽ എടുത്ത് നോക്ക്. സംസാരിക്കുക എന്ത് അബ്സ്റ്റെയിൻ? പറയൂ. ഗ്ലൈസമിക് ഇൻഡെക്സ് ഓഫ് മാംഗോ എത്രയാ? ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കളുടെ യുക്തി വെച്ച് ഞാൻ ഡോക്ടർ അരുണിനോട് യോജിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭരണകൂടമാണ്. ഇതിപ്പോൾ PMLA ആയാലും UAPA ആയാലും ഒരു സ്ട്രോയ്ക്ക് വേണ്ടി 80 വയസ്സ് പിന്നിട്ട ഒരു വാർദ്ധക്യത്തിലുള്ള അൽഷിമേഴ്സ് രോഗബാധയുള്ള പാർക്കിൻസോൺസിൻ്റെ എല്ലാ ലക്ഷണങ്ങളുള്ള ഒരു രോഗിക്ക് ഒരു സ്ട്രോ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു സിപ്പർ കൊടുക്കാൻ കഴിയാത്ത ഭരണകൂടം അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിടുമ്പോൾ ഈ നിലയിലുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മളെല്ലാം ആശങ്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെയും കരുതൽ. പക്ഷേ ഭയക്കണമെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ഇന്നും. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ തടവുകാരൻ എന്നുള്ള നിലയിൽ ഭയം ഒരു പരിഹാരമൊന്നുമല്ല. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഫൈറ്റാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നത്. Meet the editors.